എല്ലാവർക്കും സിനു കന്യ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്യമായ സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്, എനിക്ക് കുറച്ച് ജലദോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് പൊട്ടിച്ചമർത്തിയാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും എറണാകുളത്തേക്ക് പോവാണ്. അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചുള്ളൂ കേട്ടോ. സമയം 9 മണിയായി. ഒരുത്തി കിടന്ന് ഉറങ്ങി എണീച്ചിട്ട് അപ്പുറത്തൊരുത്തി കിടക്കുന്നുണ്ട്. ചായ കൊണ്ട് തന്നിട്ടോ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവരും ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്ത് കാണാം. ഞങ്ങളുടെ അടുക്കളയിൽ നോക്കണ്ട, അത് ക്ലീൻ ആയിട്ടില്ല. പട്ടിക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിയിട്ട് രാവിലെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പോകാൻ. നല്ല മീൻകറി ഉണ്ട്. പട്ടിക്ക് കൊടുക്കാനുള്ള മീൻകറിയാണ്. നന്നായിട്ട്. അപ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ വെട്ടി ഞാനൊരു ചെറിയൊരു ഫ്രൂട്ട് സാലഡ് ആക്കിയിട്ടുണ്ട്. ഐസ്ക്രീമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്രൂട്ട് സാലഡ്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഇതാണ്. അനാറും ഗ്രേപ്പും ആപ്പിളും കൂടി മിക്സ് ചെയ്തിട്ടൊരു ചെറിയൊരു ഫ്രൂട്ട് സലാഡ്. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഞങ്ങളിന്ന് രാവിലെ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോസിലേക്ക് കിടക്കാം അല്ലേ. എല്ലാവരും വരും. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. അവരൊന്നും റെഡി ആയിട്ടില്ല. അതാ വീട്ടിൽ പല്ലിയേക്കാണ്. വേറെ റെഡിയാൻ വേണ്ടി 10 മണിക്ക് പോകണ്ടേ. ഞാനപ്പോൾ ഒരു നെയിൽ പോളിഷ് ഇടാമെന്ന് വിചാരിച്ചു. രാവിലത്തേക്ക് ഫ്രൂട്ട് സാലഡാണ് സ്പെഷ്യലായിട്ട്. ഇന്നിപ്പോൾ വേറെ ഒന്നും വെച്ചില്ല. അപ്പോൾ ഈ ഒരു ബാഗിൽ എൻ്റെ സാധനങ്ങളുണ്ട്. ഇതിൽ ഞങ്ങളുടെ സാരികളൊക്കെയാണ് ഈ ചെറിയ ബാഗിൽ. പിന്നെ കുറച്ച് ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് ഉണങ്ങിയിട്ട് വേണം ബാഗ് ഇടാം. അപ്പോൾ ഇവിടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗായ്സ്. വീടൊക്കെ പൂട്ടി. സമയം 10 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞത്. 11 മണിയായി കേട്ടോ. ആ അമ്മ ടാറ്റ കാണിക്കുന്നുണ്ടോ അവിടെ നിന്ന്. ടാറ്റാ, പോയി വരാം. ഇത് വൃന്ദയുടെ ഔട്ട്ഫിറ്റ് നോക്കൂ. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് ആക്സിഡന്റ് ആയത്. ഇതാ ആ അമ്മച്ചിമാർ നിൽക്കുന്ന എവിടെയാണ്. വട്ടം മറിഞ്ഞിട്ട് എന്താ പറയാ, കണ്ണീ കൊള്ളേണ്ടത് പിരികത്തൊക്കെ കൊണ്ടുവന്നൊക്കെ പറയില്ല ഒരു പഴഞ്ചൊല്ല്. അതുപോലെ ആയത്. ഞാൻ ഇവിടെ നിന്ന് ആക്സിഡന്റ് ആയിട്ട് ഞാൻ അവിടെയാണ് വീണത്. എന്നിട്ട് ഇത് അവിടെ പോയിരുന്നു. മിലിറ്ററിക്കാരുടെ വണ്ടിയായിരുന്നു. ഇങ്ങനെ വരുന്ന വണ്ടിയായിരുന്നു. അത് പെട്ടെന്ന് സ്കിഡായി സൈഡ് മറിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഈ സ്ഥലം ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ജീവിതത്തിൽ മോസ്റ്റ് ഓഫ് ദ ടൈമാണ്. 1 മാസം പോയത് ഇവിടെ വെച്ചിട്ടാണ്. ഇതാ അന്ന് ആക്സിഡൻ്റ് ആയപ്പോൾ വണ്ടി വീണ കുഴിയാണ് ഇതൊക്കെ. അന്ന് അവിടെ പൊട്ടി. അന്നത്തെ പൊട്ടലാണ് ഇത്. അപ്പം ഞങ്ങൾക്ക് പാലക്കാട്ടിലേക്ക് ബസ് കിട്ടി. അവിടെ വന്ന് കുറച്ച് നേരം നിന്നപ്പോഴേക്കും KSRTC വന്നു. KSRTCയിൽ ഞങ്ങൾ പോവാണ്. അപ്പോൾ വൃന്ദ ഫോണിലാണ്. എല്ലാവരും അടുത്തന്നെ ഉണ്ട്. സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ, നിന്നിട്ടാണ് പോയത്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പാലക്കാട് നിന്ന് ട്രിവാൻഡ്രം വണ്ടി കയറിയിട്ടുണ്ട്. ഞങ്ങൾ അങ്കമാലി ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തൈക്കുടത്തേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ ബസ്സിലാണ്, KSRTC ബസ്സിലുണ്ട്. വെയിൽ കായാണ്. ഓക്കെ, അപ്പോൾ ഇനി വേറെ വീഡിയോസുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം.
അപ്പം ഞങ്ങൾ അങ്കമാലി വീടെത്തി, ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ എത്തുമ്പോൾ ഒരു 2:45 ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. 4 മണിക്ക് ഇനി എണീറ്റിട്ട് ഇത്തിരി കിടന്നുറങ്ങിട്ട് 4 മണിക്ക് എണീറ്റിട്ട് റെഡിയായിട്ട് നമുക്കിനി വയറ്റിലെത്തണം, തൈക്കൂടെ എത്തണം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യണം. ഹലോ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കുറച്ച് ടൈം എടുത്തു എന്തായാലും. അപ്പോൾ ദിവ്യ വന്നിട്ടുണ്ട്, ദിവ്യ പാലക്കാട് വന്നിട്ടുണ്ട്. ലേറ്റായി അവിടെ എത്തി. ഇവിടെ അങ്കമാലി വന്ന് വെയിറ്റ് ചെയ്തു. മേഘ വിളിക്കാൻ പോയി, മേഘ വിളിച്ചു വന്നു. അപ്പോൾ എല്ലാവരും വരും. എവിടെ എല്ലാവരും ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, സാരിയിലാണ് ഞാനിത്. അപ്പോൾ വൃന്ദയുണ്ട്, എല്ലാവരും കാണിച്ചു തരാം. അവരെന്താ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൃന്ദയുടെ ഇതാണ് വന്നിട്ട്. മേഘ ഔട്ട്ഫിറ്റായിട്ട് അപ്പോൾ അവർക്ക് ചമ്മലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിനി അങ്ങോട്ട് പോവാണ്. ഇപ്പം മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങളിനി ഇവിടുന്ന് ആലുവയിൽ പോയിട്ട് മെട്രോയിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, വയറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും വീഡിയോസൊക്കെ വഴി വരെ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അതെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് കിടക്കാൻ വരൂ. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ പോകാമെന്ന് വെച്ചിട്ട് ഇവിടെ ആലുവയിലെത്തി, നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലുവ മെട്രോ സ്റ്റേഷനിലാണ് ഈ കാണുന്നത്. അവിടെ വെച്ചിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണ്. ടൈം പോണ്ടേ, അപ്പോൾ ജസ്റ്റ് ഒരു ടൈം പാസ്. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറി. ഭയങ്കര സൗണ്ട്. അപ്പോൾ സൗണ്ട് കാരണം എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല, അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വയറ്റിലേക്കുള്ള മെട്രോയിൽ കയറി. ഇപ്പോൾ ഞങ്ങൾ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെ മാത അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഭയങ്കര സൗണ്ട്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. വയറ്റിലപ്പോൾ എത്തിയിട്ടോ, വയറ്റിലെത്തി. ഇനി നേരെ തൈക്കുടം ടു ഫങ്ഷൻ നടക്കുന്ന സ്ഥലം. ഞങ്ങൾ അങ്ങോട്ട് പോയി, അവിടെ ആരും വന്നിട്ടില്ല. ഫങ്ഷൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി, അവിടെ ആരും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഫ്രണ്ട്സെല്ലാം കൂടി ഇവിടെ ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഷവർമ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഹോട്ടലിലാണ് പോകും. അവിടുത്തെ വിശേഷങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. ഞങ്ങൾ ജൽസ ഫംഗ്ഷൻ നടത്തുന്ന സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഫോണിൽ ബിസിയാണോ? അല്ല, ഫോൺ തരും കേട്ടോ. എന്നടി വീഡിയോ എടുക്കട്ടോ. അറിയാം അപ്പോൾ ഇത് ജമാഅത്ത് എന്ന് പറയുന്ന ചടങ്ങാണ്. ജൽസയുടെ ആദ്യ തുടക്കത്തിൽ ജമാഅത്ത് കൂടിയിട്ടാണ് ജൽസ തുടങ്ങുന്നത്. ഇതിൽ അമ്മ മോളെ തെത്തെടുക്കൽ, അതുപോലെ തന്നെ മോൾക്ക് അമ്മയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അമ്മ മോൾ തമ്മിലുള്ള ബന്ധം പിരിക്കൽ, അങ്ങനത്തെ ഒരു ചടങ്ങാണ്. ഇതിൽ പരിവാറുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്.
അപ്പോൾ പരിവാറുകൾ തമ്മിലുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ തട്ട് അങ്ങോട്ട് കൊടുക്കൽ തട്ട് ഇങ്ങോട്ട് കൊടുക്കൽ ഇവർ എന്ന് വെച്ചാൽ ഇവർ പരിവാറുടെ പേര് ചോറ്റാനിക്കര അമ്മ പരിവാർ എന്നാണ്. ഇവർ 8 സഹോദരിമാരടങ്ങുന്ന പരിവാരാണിത്. അഷ്ടലക്ഷ്മികൾ എന്നൊക്കെയാണ് ഇതിൽ 8 സഹോദരികളെ അറിയുന്നത്. അപ്പോൾ ഇതിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിവാറുകൾ തമ്മിലുള്ള തട്ടുകൾ വൈകിക്ക് നൽകുന്നുണ്ട്. വൈകിക്കുള്ള ജൽസ പുടവ, അതുപോലെ തന്നെ ലച്ച, മിട്ടി, കൊലുസ്, പച്ച സാരി ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ അമ്മ ഇവിടെ നിരത്തി വെക്കുന്നുണ്ട് ഈ ജമാഅത്ത് ചടങ്ങിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. പ്രാണ, വൈക, അവിടെ തലയിൽ തട്ടൊട്ടിരിക്കുന്നത് വൈകിയാണ്, അവൾക്ക് ഫേസ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റെല്ല, അതുപോലെ തന്നെ ഏഞ്ചൽ, ഹണിമമ്മി, അങ്ങനെ എല്ലാവരും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ചടങ്ങിൽ. അവരൊക്കെ ഗിഫ്റ്റൊക്കെ ഒരുപാട് കൊടുത്തു. ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിവാർ തട്ടുകളിൽ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. വൈകിക്കുള്ള ഗിഫ്റ്റുകൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തട്ട് ആരാധന മമ്മിക്ക് ചോറ്റാനിക്കര അമ്മ പരിവാറിന് കൊടുക്കുകയാണ്. ഇതെനിക്ക് തന്നതാണ് ഈ തട്ട്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. അപ്പോൾ ചടങ്ങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഡാൻസിൻ്റെ ചടങ്ങാണ്. അപ്പോൾ ഡാൻസിൻ്റെ ചടങ്ങ് കാണാം. അപ്പോൾ ഇത് വൃന്ദയുടെ പണിയാണ് കേട്ടോ. എനിക്ക് വിശന്നപ്പോൾ അവിടുത്തെ പരിവാർ തട്ടിൽ പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ്. ഇത് വൃന്ദ കാണാതെ എടുത്തതാണ്, എനിക്ക് പണി തന്നതാണ്. അപ്പോൾ വൈകിനെ മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ച് മാതയുടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാതയുടെ അവിടെ കൊണ്ടുവന്നിട്ട് പാൽക്കുടം തലയിൽ വെച്ചിട്ട് കടലിൽ പോയി ഒഴുക്കിയിട്ട് അവിടെ നിന്ന് ഒരു കുടം വെള്ളമായിട്ടാണ് മാതയുടെ വരുന്നത്. അപ്പോൾ ആ ചടങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും മാതയെ ആർപ്പോട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാതയുടെ അടുത്ത് പ്രാർത്ഥിച്ച മാത എന്താണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹം എല്ലാം നടത്തിത്തരും എന്നാണ് ഒരു വിശ്വാസം. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം മാതയിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തൊരു വേദന വന്നാലും എന്തൊരു സങ്കടങ്ങൾ വന്നാലും ഞങ്ങളതൊരു മാതയോടാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആകെയുള്ളൊരു ദൈവം മാതയാണ്, സന്തോഷി മാത നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചടങ്ങുകളൊക്കെ എല്ലാവരും കാണാം കേട്ടോ.
അപ്പോൾ ഇനി അടുത്തതായിട്ട് ലച്ചകെട്ടൽ ചടങ്ങാണ്. അപ്പോൾ അത് കെട്ടുന്നത് വൈഗയുടെ മമ്മി ഹന്നയാണ് വൈഗയ്ക്ക് ലച്ച കെട്ടി കൊടുക്കുന്നത്. അമ്മ മകൾ തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലച്ച കെട്ടുന്നത്. അപ്പോൾ പാൽക്കുടം തലയിൽ വെച്ചിട്ട് അവളെ കടലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. കടലിലേക്ക് ആ പാൽക്കുടം കൊണ്ട് പോകുമ്പോൾ അവളെ ദൃഷ്ടിയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് അവളെ കാറിൽ കയറ്റി പാൽക്കുടം കടലിൽ ഒഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. നാരങ്ങ, അതുപോലെ തന്നെ നാളികേരം, കുമ്പളങ്ങ എന്നിവയൊക്കെ കൊണ്ടാണ് ദൃഷ്ടി എടുക്കുന്നത്. അപ്പോൾ ആ ദൃഷ്ടിയെല്ലാം ഒഴിച്ച് കളഞ്ഞതിന് ശേഷമാണ് അവൾ പാൽക്കുടം കൊണ്ട് കടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പാൽക്കുടമൊക്കെ ഒഴിച്ചിട്ട് വരണം. അപ്പോൾ അതുവരെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അവളെ കാത്ത് നിൽക്കുകയാണ്. ഇവിടെ പടുക്കയൊക്കെ ഒരുക്കി മാതാനെ സുന്ദരിയാക്കി ഭംഗിയാക്കി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീൽസൊക്കെ എടുക്കുന്നതാണ് ഈ കാണുന്നത്. തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ആകെ ഇറിറ്റേഷനായിട്ട് ഞാൻ അതൊക്കെ അഴിച്ചിങ്ങോട്ട് കളയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരികയാണ്. കിട്ടുന്നില്ല സാധനം, തലയിൽ കുടുങ്ങിപ്പോയി. ആരും ഇവിടെ ഫാഷൻ ഷോ കാണിക്കുവാണ് കേട്ടോ ഇത്. അപ്പോൾ കടലിൽ പോയിട്ട് പാലൊഴിച്ചിട്ട് ഒരു കുടം വെള്ളവും കൊണ്ട് അവൾ ഇവിടെ എത്തി മാതാൻ്റെ ഉമ്മറത്ത് അവൾ പ്രാർത്ഥിക്കുകയാണ് ആരതി എടുത്തിട്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ചടങ്ങിലാണ്. അവൾ ആദ്യമായിട്ട് മാതാനെ കാണാൻ പോവാണ്. 41 ദിവസത്തെ വ്രതത്തിന് ശേഷം, അതായത് ദൈവങ്ങളൊന്നും കാണാൻ പാടില്ല, അതുപോലെ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ചിക്കൻസ് അങ്ങനത്തെ ഒന്നും കഴിക്കാതെ 41 ദിവസത്തിന് ശേഷം അപ്പോൾ മാതാനെ കാണണം. അപ്പോൾ ആദ്യമായിട്ട് ആരെ കാണാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ അമ്മനെ കാണണം എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അമ്മനെ കാണുന്ന ചടങ്ങാണ് കണ്ടത്. ഇപ്പോൾ കണ്ണാടിയിലൂടെ അവൾ മാതാനെ കാണാൻ പോവാണ്. എന്നിട്ട് മാതാനെ കണ്ടതിന് ശേഷം അവൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ എടുക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും പടുക്ക പൊട്ടിക്കലാണ്. മാതയ്ക്ക് വെച്ചിട്ടുള്ള പടുക്ക പൊട്ടിക്കൽ ചടങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനും കുറേയൊക്കെ കവറിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സും സ്വീറ്റ്സൊക്കെ ആയിട്ട് കുറച്ച് കവറിലൊക്കെ എടുത്തിട്ടു. എല്ലാ പഴമൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടോ. മാതാനെ പടുക്ക പൊട്ടിക്കുന്നത് മാതാക്ക് ഒരുപാട് ഇഷ്ടമാണ്.
അപ്പം അങ്ങനത്തെ ഒരു ചടങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. അതിനുശേഷം അവളെ ഒരുക്കി അവളെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അതായത് എന്താ പറയുക, കല്യാണം പെണ്ണിന് പോലെ ഒരുങ്ങി വളരെ സുന്ദരിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ മാതാവ് അവളെ എന്നും ജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മാതാവിനെ ആരതി എടുത്ത് അവളെ മാതാവിനോട് എല്ലാം മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ജീവിതത്തിലോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.